മറ്റൊരു വാർത്തയിലേക്ക്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ജനൽ കാറ്റിൽ അടർന്നു വീണു. 2 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഷ്കർ അലി ഉണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, ഇത് നേരത്തെ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്നതാണോ ഈ ജനലും മറ്റു ഭാഗങ്ങളും? ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ നില എങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരത്തോടെയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിലെ ജനൽ കാറ്റിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ ബി ആദിത്യ, PT നേന എന്നിവർക്കാണ് ഈ ജനൽപാളി വീണ് തലയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2 പേരെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ വലിയ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം പ്രതിഷേധം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കം ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജനാല വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് നാളെ ക്ലാസ് ആരംഭിക്കാനുള്ള ശ്രമം കോളേജ് അധികൃതർ നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി ചർച്ച നടത്തുകയും PWD റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്ലാസുകൾ ആരംഭിക്കൂ എന്നാണ് ഇന്നിപ്പോൾ സമരം നടത്തിയവർക്ക് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്തായാലും മെഡിക്കൽ കോളേജിലുണ്ടായ ഈ അപകടം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ക്ലാസ് മുറിയിലെ ജനാലയാണ് ഇത്തരത്തിൽ തകർന്നു വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ള. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിലേക്കൊക്കെ പ്രതിഷേധം നീങ്ങുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. എന്തായാലും പ്രതികരണങ്ങളുമുണ്ട്. മെഡിക്കൽ കോളേജ് ആരോഗ്യ വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ്റ് മാത്രമേ അടിച്ചുള്ളൂ. ആ കാറ്റിന്റെ ശക്തിയിൽ ഇരുമ്പിന്റെ ശക്തി കയറിയിട്ടുള്ള ഒരു ജനല് കുട്ടികളുടെ തലയിലേക്ക് വീഴാം. 3 കുട്ടികൾക്ക് പരിക്ക്, അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. വളരെ മോശകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല കടന്നു പോകുന്നത്. ഈ ഒരു വിഷയം ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് നാളെ തന്നെ മൊത്തം ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുമെന്നും അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ക്ലാസുകൾ പുനരാരംഭിക്കൂ എന്നുള്ള ഉറപ്പ് അധികാരികളുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വീഴ്ച ഉണ്ടാകുന്ന പക്ഷം അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അഷ്കർ അലി തുടരുന്നുണ്ട്. അഷ്കർ, ഇപ്പോൾ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിക്കണം. ഇത്തരത്തിൽ നേരത്തെ പരാതികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ കെട്ടിടത്തെക്കുറിച്ച്? മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മറ്റ് ചില കെട്ടിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന പുതിയൊരു കെട്ടിടമാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനേക്കാൾ അപകടാവസ്ഥയിലായിട്ടുള്ള ഇല്ലെങ്കിൽ ഇതിനേക്കാൾ പരാതികൾ ഉയർന്ന ഇല്ലെങ്കിൽ ചോർച്ചകൾ ഉണ്ടായ കെട്ടിടങ്ങൾ മറ്റു പലതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായുണ്ട്. പക്ഷേ അതിനേക്കാൾ മെച്ചപ്പെട്ട കെട്ടിടമാണിത്. ആ കെട്ടിടത്തിലെ ജനൽപ്പാളിയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിദ്യാർത്ഥികൾക്കിടയിൽ ഇതൊരു ആശങ്ക സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ആശുപത്രി അധികൃതർ, മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് 2 വിദ്യാർത്ഥികളുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു എന്നുള്ളത് തന്നെയാണ്. അതിൽ 2 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. അവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപകടം എന്തായാലും തള്ളിക്കളയാനാകില്ല എന്നത് തന്നെയാണ്. 2 വിദ്യാർത്ഥികൾക്ക്, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.